കടത്തി വിടാണ്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റീസണിങ് മൈൻഡ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഈ ഒരു സത്യം പറയാൻ വെച്ചാൽ രണ്ടാമത് സെൻസസിനെ ഉണർത്തുക, ഇതൊക്കെ ആ വായന നിർത്തിയോണ്ടാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. കാരണം അനാവശ്യമായിട്ടുള്ള അനാലിറ്റിക്കൽ മൈൻഡിനെ അങ്ങ് അവസാനിപ്പിച്ചു. കുശവന്റെ ചക്രത്തിൽ നിന്ന് ഒരു ജനവിഭാഗം ജീവിതവും നിർമ്മാണ സംസ്കാരത്തിന്റെ ചരിത്ര തുടർച്ചയും വീണ്ടെടുത്തു എന്നതാണ് നിലമ്പൂരിലെ പരീക്ഷണത്തിന്റെ സാങ്കത്യം. അറിവിന്റെ വഴികളെക്കുറിച്ച് പുതിയ അറിവുകൾ നേടാനായി കുംഭത്തിന്റെ പ്രവർത്തനങ്ങളിലൂടെ എന്നത് വ്യക്തിപരമായി തന്റെ അന്വേഷണങ്ങളുടെ സാഫല്യമായും ജിനൻ കാണുന്നു. എല്ലാ ജ്ഞാനവും മൃണ്മയമത്രേ എന്ന അറിവിലേക്ക് കുംഭം വായ്ത്തുറക്കുന്നു. ഞാൻ അറിവിനല്ല എതിരെ, അറിവുണ്ടാവുന്ന രീതികളുണ്ട്, അതിനെ നശിപ്പിക്കുന്നതാണ് എതിരെ. മനസ്സിലായില്ലേ? അതായത് എല്ലാവർക്കും അറിവുണ്ടാക്കാനുള്ള കഴിവുണ്ടെന്നും ആ അറിവുണ്ടാക്കാനുള്ള കഴിവ് നിലനിർത്തുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. ഇന്ന് നമ്മൾ സ്കൂൾ വഴി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അറിവ് ആരോ കൊടുക്കുന്നത് അനലൈസ് ചെയ്യാൻ മാത്രമായിട്ടുള്ള ആളുകളാക്കി മാറ്റാണ്. അപ്പം നമ്മൾ ബേസിക്കലി സ്ലേവ്സ് തന്നെയാണ്. അപ്പോൾ ശരിക്കും ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് ഇഗ്നറൻസും അറഗൻസും ആണ്. വരാൻ പോകുന്ന കാലത്തിന് ആവശ്യമുള്ളത് ഓപ്പൺ എൻഡഡ് ആളുകളായിരിക്കും. ഓപ്പൺ എൻഡഡ് മൈൻഡിൻ്റെ ആയിരിക്കണം, തുറന്ന മനസ്സായിരിക്കണം, പുതിയ നോളജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകം പരിശ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം എല്ലാ കുട്ടിയും ജനിക്കുന്നത് ഈ ക്വാളിറ്റി വെച്ചിട്ടാണ്. ഒരു ലേണറായിട്ടാണ്, ലേണറായിട്ടല്ല കുട്ടി ജനിക്കുന്നത്.